നമസ്കാരം. ഞാനൊരു വലിയ മരത്തിൻ്റെ കവരയിൽ ഇങ്ങനെ കയറിയിരിക്കുക. ഈ മരം കണ്ടപ്പോൾ മരത്തെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. വിവിധ നിറത്തിൽ, വിവിധ വലുപ്പത്തിൽ, വിവിധ വണ്ണത്തിലുള്ള മരങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഒരു മരം മുറിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ തടിയിൽ നിന്ന് വീട് പണിയാം, അതുപോലെ ദേവാലയങ്ങൾ നിർമ്മിക്കാം, അതുപോലെ ആ മരത്തിൽ നിന്ന് നമുക്ക് ഇലകൾ, അതുപോലെ കായ്, പഴം എന്തെല്ലാം കിട്ടും. കുറേ മരങ്ങൾ കൂടി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ എന്ത് രസമല്ലേ. പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്തൊക്കെയാണ്? പുഴ, മരങ്ങൾ, അതുപോലെ തന്നെ കിളികൾ, ചെടികൾ, അങ്ങനെ എന്തെല്ലാം കൂടിയതല്ലേ. മലയും കാടും പുഴയും തോടും എന്തെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും. പുഴയുടെ തീരത്ത്, ഞാൻ കുളിക്കാൻ വരുന്ന പുഴയാണ്, ആ പുഴയുടെ തീരത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളിലാണ്. പക്ഷെ മരത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് മരം നമുക്ക് എന്തെല്ലാം തരും അല്ലേ. നമുക്കൊന്ന് ചാരിയിരിക്കാം, തണൽ തരും, കായ്കനികൾ തരും, പഴങ്ങൾ പക്ഷികൾക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ പുഴയുടെ തീരത്തൊക്കെ നിൽക്കുന്ന മരങ്ങളൊക്കെ ആണെങ്കിൽ ഫലപുഷ്ടമായിട്ടാണ് നിൽക്കുന്നത്. നമുക്കൊന്ന് ചാരി നിൽക്കാൻ, നമുക്കൊന്ന് ആശ്രയം ആയിട്ടൊന്ന് തൊട്ട് പിടിച്ചു നിൽക്കാൻ, വേണ്ടി വന്നാൽ ഒരു അപകടം വരുമ്പോൾ നമുക്ക് ആ മരത്തിലൊന്ന് കയറിയിരിക്കാൻ, അതുപോലെ നമ്മുടെ പ്രകൃതിയിലെ കിളികൾക്ക് കൂടുവയ്ക്കാം, അതിൻ്റെ കായ്കനികൾ ഭക്ഷിക്കാം, എന്തെല്ലാമാണ്. പക്ഷെ ഒരു മരം നഷ്ടപ്പെട്ടാൽ നമ്മളായിരിക്കും ദുഃഖിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി സ്നേഹികൾ ഒരു മരം നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കാറുണ്ട്. നമുക്ക് ഇന്നൊരു മരം മറിഞ്ഞു വീഴുന്ന വീഡിയോ കണ്ടാലോ. മറിഞ്ഞു വീഴുന്നതല്ല, മുറിച്ച് മാറ്റപ്പെടുന്നതാണ്. വികസനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും ഒരു മരം നഷ്ടപ്പെട്ടപ്പോൾ എനിക്കൊരല്പം വേദനിച്ചു. മറ്റൊന്നുകൊണ്ടല്ല, 100 വർഷമെങ്കിലും ആ മരം നമ്മളെ കാത്തുരക്ഷിച്ചിട്ടുണ്ടാവും. 100 വർഷമെങ്കിലും ആ മരം നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ടാവും. 100 വർഷം കൊണ്ട് നിരവധി കിളികളും അതുപോലെ തന്നെ ഉരകജീവികളും അതിൽ പാർത്തിട്ടുണ്ടാവും. അപ്പോൾ വഴിക്ക് തടസ്സമായി നിന്ന ഒരു വൻ വൃക്ഷം അത് മുറിച്ച് മാറ്റി അവിടെ വഴി നേരെയാക്കുന്നതാണ്. അപ്പോൾ മറ്റു വിദേശ രാജ്യത്തൊക്കെ ആണെങ്കിൽ ഈ മരം സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവർ വഴി വിട്ടു. അവിടെ നിന്ന് ഓടിപ്പോകുന്ന വാഹനത്തിൻ്റെ മുകളിലേക്ക് മരം വീഴുന്നു. അങ്ങനെ സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ഈ മരം മുറിച്ച് മാറ്റേണ്ടത് അനിവാര്യമായിരുന്നു. അപ്പോൾ ആ മുറിച്ച് മാറ്റപ്പെട്ട ആ മരത്തിൻ്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടാൽ, ആ മരം കരയുന്നുണ്ട്, അതുപോലെ കണ്ണുനീർ വാർക്കുന്നുണ്ട്. അതിൻ്റെ കിടപ്പൊക്കെ ഒന്ന് കാണാം. പോയാലോ വീഡിയോയിലേക്ക്? വായി